ഇന്നത്തെ ന്യായസഭയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചല്ല, സഭയിൽ പറയാം. പ്രിയ നാട്ടുമുഖ്യരി, നിങ്ങൾക്ക് ഈ ന്യായസഭയിൽ പറയാനുള്ളത് പറയാം. എന്റെ അഭിപ്രായത്തിൽ പാടത്ത് പണിയെടുക്കുന്നവരുടെ കൂലി നെല്ലായി കൊടുക്കുന്നത് വെട്ടിക്കുറക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പാതി വയറുന്നറിയാനുള്ള നെല്ല് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കീഴ്ജാതിക്കാരുടെ അഹങ്കാരം പെടും. ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലും ഇവറ്റകൾക്ക് മുറുമുറുപ്പ് തുടങ്ങി. നാശങ്ങൾ. നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളല്ലേ അവർ? അവരുടെ കഷ്ടപ്പാടാണ് ഐശ്വര്യത്തിന് കാരണം. ശരിയല്ലേ? എഴുത്തച്ഛൻ എന്താ പറയാനുള്ളത്? അതെ അറിയാലേ, അവരുടെ കഷ്ടപ്പാടാണ് നമ്മുടെ ഐശ്വര്യത്തിന് കാരണം. ഇപ്പോൾ തന്നെ 6 പത്തായപ്പുരകളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാട്ടിൽ ഭയപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചില കപട വേഷധാരികൾ വീട്ടിന്റെ മറവിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ പോരാളി വർഗം ഒടിയന്മാർ. അടിച്ചമർത്തലുകൾ സഹിക്കാതെ വരുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. അധികാരികളെ, ചില സങ്കടങ്ങൾ ഉണർത്തിക്കുവാൻ പണിയാളന്മാരുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കുവാൻ ഉത്തരവുണ്ടാകണം. ആട്ടെ, വരാൻ പറയും. ആരുടെയും മുഖത്ത് നോക്കാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അന്ന് എന്നോട് ക്ഷമിക്കണം. അന്ത്യാവോളം പണിയെടുത്തിട്ട് കൂരയിൽ ചെല്ലുമ്പോൾ പിച്ച് ചീന്തിപ്പെട്ട വസ്ത്രങ്ങളുമായി കൂരയിൽ കിടന്ന് കരയുന്ന കിടാത്തിമാരെ ഇനി കാണുവാൻ വയ്യ. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടും കാണിക്കുന്നവർ ഈ സഭയിലുണ്ടെങ്കിൽ എന്നോട് പറ, അതിന്റെ പ്രതിവിധി ഞാൻ ചെയ്യാം. അങ്ങയുടെ ഇളയ സഹോദരൻ ഭൈരവനും കൂട്ടാളികളും. ഭൈരവ, നിർത്ത്. അഹങ്കാരവും ദുർമന്ത്രവാദം കൊണ്ട് നീ അന്ധനായിരിക്കുന്നു. ഇനി ഈ മരക്ക് പുറത്താണ് നിന്റെ സ്ഥാനം. അതുകൊണ്ടേ മനയിൽ അങ്ങേക്കെതിരായി ചില ഗൂഢാലോചനകൾ നടക്കും. ശ്രദ്ധിക്കണം. അറിയാ എഴുത്തച്ഛ, ഞാനെല്ലാം മനസ്സിലാക്കും. അറിഞ്ഞില്ലേ ഇങ്ങനത്തെ വിശേഷങ്ങൾ? ഇതെല്ലാം എന്താ ഉണ്ടായേ? കുടിയും വേലു ഭൈരവനെ വധിക്കാൻ ശ്രമിച്ചു. രാത്രി തന്നെ ഭൈരവൻ ഞങ്ങളെ അങ്ങ് വിളിച്ചു വരുത്തി. ഇവനെ വടക്കിനി ഭാഗത്തുള്ള നിലവറയിൽ കൊണ്ടിടൂ. ഇന്ന് രാത്രി തന്നെ എല്ലാത്തിനെയും ചുട്ടരിക്കണം. എന്നെ വധിക്കാൻ ശ്രമിച്ച ഇവന്റെ കുടിലിലെ ആരും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. വെറുതെ കത്തിച്ചാ പോരാ, മൃഗക്കൊഴുപ്പ് ഒഴിച്ചു കത്തിക്കണം. ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടാൻ പാടില്ല.
പാതിരാത്രിയായി, ഉറങ്ങു കുഞ്ഞ്. അമ്മേ, അച്ഛനെപ്പോ വരും? അച്ഛൻ ഒടിവെക്കാൻ പോയിരിക്കുവാണ്, താമസിക്കും. കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളൂ. ഉറക്കം വരുന്നില്ലമ്മേ, അമ്മക്കിളിയുടെ കഥ പറഞ്ഞതാ. പണ്ട് പണ്ട് വലിയൊരു കാട്ടിൽ ഒരു തള്ളക്കിളിയും 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കാട്ടുതീ വന്ന്. അയ്യോ പാവം, എന്നിട്ട് അച്ഛൻകിളി ഒന്ന് രക്ഷിച്ചില്ലേ? ഇരതേടിപ്പോയ അച്ഛൻകിളി ഒരു കെണിയിൽ അകപ്പെട്ടുപോയി. അമ്മക്കിളിയും കുഞ്ഞുങ്ങളും ആ കാട്ടുതീയിൽ അകപ്പെട്ടുപോയി. അവയെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു, ദൈവം കൊണ്ടുപോയി. ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങാം, എനിക്കൊരു പാട്ട് പാടിത്താ.